സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ് രോഗികൾ. ശമ്പള കുടിശ്ശികയിലടക്കം സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധർണ സംഘടിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ്. പക്ഷേ അത് പാലിച്ചില്ല. ഇതേ തുടർന്നാണ് OP ബഹിഷ്കരണവും അതുപോലെ തന്നെ അധ്യാപന ബഹിഷ്കരണവുമായിക്കൊണ്ട് ഡോക്ടേഴ്സിന്റെ സമരം ആരംഭിച്ചിരിക്കുന്നത്. വലിയ തിരക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്കിപ്പോൾ കാണാം. OPയുടെ ഭാഗമാണിത്. 2 നിരകളിലായിക്കൊണ്ട് അനേകം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിധത്തിൽ ഓരോ ദിവസവും നമുക്കിവിടെ കാണാം. ഇന്നിപ്പോൾ ഈ സമരത്തിലേക്ക് ഡോക്ടേഴ്സ് കടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഉണ്ടാവുക. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഡോക്ടേഴ്സിനെ കാണാൻ കഴിയാത്ത വിധം വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നമുക്കിപ്പോൾ നീണ്ട നിര ഈ രാവിലെ മുതൽ തന്നെ നമുക്ക് ഇവിടെ കാണാം. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് പ്രായമായവരുൾപ്പെടെയുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുൾപ്പെടെയുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് മതിയായ ചികിത്സ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് ഇതിൻ്റെ അങ്ങേ തലക്കെയാണ് ആളുകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തും ആയിക്കൊണ്ട് നിരവധിയായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾ, പല ആളുകൾക്കും അറിയില്ല ഇങ്ങനെ ഒരു ഡോക്ടേഴ്സിൻ്റെ സമരം സംബന്ധിച്ച് പോലും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ഡോക്ടേഴ്സിൻ്റെ സമരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ബുദ്ധിമുട്ടുണ്ട്. എവിടുന്നാണ് വരുന്നത്? കുറ്റ്യാടി. ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഈ സമരവും സംബന്ധിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ വരില്ലായിരുന്നു. OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടേഴ്സ് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാകും. ചേച്ചി, ഇന്നിപ്പോൾ ഡോക്ടേഴ്സിന്റെ സമരമാണ്. എവിടെ നിന്നാണ് വരുന്നത്? എടവണ്ണപ്പാറ. ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അത് കണ്ണിൻ്റെ കാണിക്കാൻ, കണ്ണിന്ന് പിന്നെ ഗ്ലാസ് വെച്ചിട്ട് എഴുതി തരാൻ വേണ്ടിയിട്ട്. അതിനിപ്പം മെയിൻ ഡോക്ടർ വേണമെന്നില്ലല്ലോ, ജൂനിയർ മതിയാവില്ലേ? കണ്ണിന്റെ കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഡോക്ടേഴ്സിനെ തന്നെ കാണിക്കുന്നതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നോക്കിയതാണല്ലോ അതും. അപ്പം ഇന്ന് എഴുതി തരാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞതാണ് കണ്ണടക്കി. അപ്പം നമുക്ക് ഏത് ലെൻസാണ് വെച്ച് നോക്കണ്ട് അത് വെച്ചിട്ട് എഴുതി തരാനാണ് പറഞ്ഞത്. എവിടുന്നാ വരുന്നത്? നരിക്കുനിന്ന്. കാലിന് മുട്ടുവേന, എല്ലുവേന. പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ നിന്നിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ അവരെ തന്നെ കാണിക്കണ്ടേ, വേറെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നോക്കാന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ അങ്ങ് തിരിച്ചങ്ങ് പോരാ. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കാണാൻ എത്തിയ ആളുകളാണ്, രോഗികളാണ്. അതുപോലെ തന്നെ അവർക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ട്. നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഈ സമരം കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.